ഹായ്, ഡെന്നിസ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രുചി തേടി ഞാൻ എത്തിയിരിക്കുന്നത്, എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് തട്ടുകടയുടെ വിശേഷങ്ങൾ എന്താണ് പങ്കുവയ്ക്കാറ്. അപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ചൂസ് തട്ടുകട, ഇത് നമ്മുടെ മനക്കച്ചർ ജംഗ്ഷനിലുള്ള ഒരു തട്ടുകടയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ, അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്കൊന്ന് കാണാം. വരും. കയറി ചെല്ലുമ്പോൾ തന്നെ പൊറോട്ടയൊക്കെ നല്ല രീതിയിൽ അടിക്കുന്ന ചേട്ടൻ്റെ ചിരിയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. നല്ലതായിട്ട് വീശി പൊറോട്ടയൊക്കെ അടിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ആ പൊറോട്ട വീശി അടിക്കുന്ന കാണുമ്പോൾ തന്നെ അത് കഴിക്കാനുള്ള ഒരു രീതി തന്നെ തോന്നും. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് നല്ല ഇതായിട്ട് പാത്രത്തിലൊക്കെ വെച്ചിരിക്കുന്ന നല്ല ചെറിയ പീസുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിക്കനും ബീഫും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് ചിക്കൻ മൊരിയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പൊറോട്ടയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, ദോശ വെച്ചിട്ടുണ്ട്. എല്ലാം ചൂടോടുകൂടി തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് വിശേഷങ്ങളുടെ കച്ചവടമൊക്കെ? നല്ലതായിട്ട് വരുന്നുണ്ടല്ലോ. കുഴപ്പമില്ല. നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്തോണ്ടിരിക്കുക, ചെറിയ പീസാണ്. ഞാനിവിടെ പിള്ളേർക്കൊക്കെ വേണ്ടി മേടിക്കുന്നത് ചെറിയ പീസിലാണ് ഫ്രൈ ചെറിയ പീസ് ഇട്ടാലേ മസാല പിടിക്കത്തുള്ളൂ. പിന്നെ എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്കിവിടെ പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, വീശി പൊറോട്ടയുണ്ട്, കുത്തു പൊറോട്ടയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറിയുണ്ട്, ബീഫ് കറിയുണ്ട്, എല്ല് കറിയുണ്ട്, കപ്പയുണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്, പിന്നെ പന്നി ഫ്രൈ ഉണ്ട്. പന്നി ഫ്രൈ ഒക്കെ കൊടുക്കുന്നു. പന്നി ഫ്രൈ ഉണ്ട്, കാട ഫ്രൈ ഉണ്ട്. തട്ടുകടയിലൊക്കെ സാധാരണ കാണാത്തൊരു സംഭവമാണ് പന്നി ഫ്രൈയും. കാടയുണ്ട്. കാടയൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് നമ്മുടെ നാട്ടിൽ തന്നെ ഇത് കൂട്ട് വലിയൊരു സംരംഭമാണല്ലോ. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തേ എന്തൊക്കെയായിരിക്കുന്നത്. നമ്മള് ചുമ്മാ പറയുന്നതല്ല എന്ന് അറിയണമല്ലോ. എല്ല് കറിയാണ്. ഇത് ബീഫ് ഫ്രൈ, ഇത് പന്നി, പോർക്ക് ഫ്രൈ വെച്ചിട്ടുണ്ട്. ഗ്രേവി, ചിക്കൻ ഗ്രേവി, നല്ല തിക്കുള്ള ഗ്രേവി തന്നെയാണ്. പിന്നെ ചള്ളാസ് ഉണ്ട്. ഇത് കപ്പ ബിരിയാണിയുടെ ഇതാണ്, ബീഫ് ഫ്രൈയുടെ ഒക്കെ കൊടുക്കുന്നതിനകത്ത് ചൂടാക്കി തന്നെ കൊടുക്കുക. ലൈവ് ഇത് ബീഫ് കറിയാ, ബീഫ് കറിയെ, ഇത് ചിക്കൻ കറിയെ, ഇത് എല്ല് കറിയെ, ഇത് കൂടുതൽ ഗ്രേവി കൊടുക്കുന്ന. നമസ്കാരം. സാർ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഫുഡ് കഴിക്കാറുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെയുള്ള? സൂപ്പർ ഫുഡാണ്. ഇടപെടലൊക്കെ നല്ല രീതിയിൽ തന്നെയല്ലേ? ഇവിടെ വരും കഴിക്കാൻ വേണ്ടി. വളരെ സന്തോഷം സാർ, ഇത്രയും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ഡെന്നിസ് ടോക്ക് എന്നാണ് എൻ്റെ ചാനലിന്റെ പേര്. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. നല്ല ഫുഡാണ്, നല്ല ഫുഡാണ്. ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത്. ഞാൻ മുണ്ടക്കയത്താണ് വീട്. മുണ്ടക്കയത്താ? ഓ, നല്ല ഫുഡാണ്. വളരെ സന്തോഷം സാർ. ഇവിടെ കുറേ സ്റ്റാഫുകളുണ്ട്. എല്ലാ സ്റ്റാഫുകളും നല്ല സന്തോഷത്തോടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ സുഹൃത്ത് അവിടെ നമുക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊത്തു പൊറോട്ട റെഡിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ലതാണ് കുരുമുളകൊക്കെ ചേർത്ത് ആണ് കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നു, പന്നി ഫ്രൈ ഉണ്ടാക്കുന്നു. എല്ലാം നല്ലതായിട്ട് നല്ല സവാളയൊക്കെ ചേർത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്താണ് തരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയും തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ വന്ന് ഒന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് അറിയിക്കണം. ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാൻ വേണ്ടി അകത്തും പുറത്തും ഒക്കെ നല്ല രീതിയിൽ സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തിരക്കുള്ള ഒരു കട തന്നെയാണ് ഇത്. എല്ലാവർക്കും നല്ല മ്യൂസിക്കൊക്കെ കേട്ട് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ദോശയൊക്കെ ചുടുന്നതാണെങ്കിലും
ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു അനുഭവം തന്നെയാണ്. അത്യാവശ്യം വാഹനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്ത് വാഹനത്തിൽ ഇരുന്നും കഴിക്കാം. അങ്ങനെ വാഹനത്തിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്. അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പാഴ്സലൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ റെഡിയാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ആൾക്കാർ ഒത്തിരി നിന്ന് വെയിറ്റ് ചെയ്യാതെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. പോർക്ക് ഫ്രൈ, ദോശ, പൊറോട്ട, കൊത്തു പൊറോട്ട, ബീഫ് ഇതെല്ലാം വന്നു. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന രീതിയാണെങ്കിലും നല്ല രീതിയിൽ അലങ്കരിച്ച് തന്നെയാണ് ഫുഡൊക്കെ അവർ സെർവ് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം കാണുമ്പോൾ കഴിക്കാൻ തോന്നും. ഞങ്ങളിപ്പോൾ 3 പേര് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ മേടിച്ചത് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ കൊത്തു പൊറോട്ട മേടിച്ചിട്ടുണ്ട്, പോർക്ക് ഫ്രൈ മേടിച്ചിട്ടുണ്ട്, ബീഫ് ഫ്രൈ മേടിച്ചിട്ടുണ്ട്, ദോശ മേടിച്ചു, പൊറോട്ട മേടിച്ചു. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഇത്രയും ഭാഗങ്ങളൊന്ന് കഴിച്ചതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ സാറിന് കഴിക്കുന്ന കുറവാണ്, കൊത്തു പൊറോട്ട തന്നെ ഒന്ന് നോക്കാം. ബീഫ് എപ്പോഴും കഴിക്കുന്നതായതുകൊണ്ട് ഞാൻ പോർക്ക് ഫ്രൈ ഒന്ന് എടുക്കുകയാണ്. കൊത്തു പൊറോട്ട നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാനങ്ങനെ ഒരുപാടത്തൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ എമർജൻസി എവിടുന്നേലും കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പം കഴിക്കണമെന്ന് തോന്നി. നല്ലൊരു ഫുഡ് തന്നെയാണ്. വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കൊത്തു പൊറോട്ട. ഇനി നമുക്ക് പോർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോർക്ക് സാധാരണ ഇവിടുന്ന് കിട്ടത്തില്ല. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ രീതിയിൽ തന്നെയാണ്. പോർക്കാണ് നല്ല പീസൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്കടുത്ത ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബീഫാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റാണ്, നല്ലതായിട്ട് വെന്തിട്ടുള്ള ബീഫാണ്. നല്ല നമ്മുടെ കുരുമുളകൊക്കെ നല്ലതായിട്ട് ചേർത്താണ് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ തോന്നും. വീട്ടിൽ കഴിക്കുന്ന ഫുഡ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ഞാൻ കഴിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഞാൻ പാഴ്സൽ മേടിക്കാൻ അപ്പൊ എങ്ങനെയുണ്ട് ഫുഡൊക്കെ? നല്ല നല്ല സുന്ദര ഫുഡാണ്. ഞാൻ ദിവസം ഇവിടെ വന്ന വൈകിട്ട് മേടിച്ചോണ്ട് പോകും. ദിവസം മേടിച്ചോണ്ട് പിള്ളേർക്കൊക്കെ പിള്ളേർക്കൊക്കെ പൊറോട്ട എല്ലാം നല്ല മയമുള്ള പൊറോട്ട, നല്ല മുണ്ട് പൊറോട്ട. വളരെ സന്തോഷം ചേട്ടാ. നമുക്ക് കറിയും നല്ല കറികളാണ്, നമുക്ക് ടേസ്റ്റ് ഒത്ത കറികളാണ്. ഓക്കെ, വളരെ സന്തോഷം ചേട്ടാ. ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവല്ലയിൽ നിന്ന് കുമ്പനാട് പോകുന്ന വഴിക്ക് മനക്കച്ചിറ ജംഗ്ഷനിൽ തന്നെയാണ്. നല്ല ഫുഡ് തന്നെയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. നല്ല ചെറിയ മ്യൂസിക്കൊക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ നടത്തുന്നത്. നല്ല ഭക്ഷണം തന്ന സുഹൃത്തിനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. വീണ്ടും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും സൈനിങ് ഓഫ് ബൈ ഡെന്നിസ് സി പെൻ.